Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, The Rock by Gracie, FIUGP, MDC English, Introducing Print and Digital Narratives for Semester, Calicut University. Gracie, a distinguished Malayalam writer, her important work is Padirangipoya Parvati, it published in 1991. Gracie ഒരു മലയാളം റൈറ്ററാണ്. അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് പടിയിറങ്ങിപ്പോയ പാർവതി. ദെൻ സമ്മറി ഓഫ് ദ റോക്ക് ടേക്കൺ ഫ്രം ദ കളക്ഷൻ പടിയിറങ്ങിപ്പോയ പാർവതി. ഈ ഒരു കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വർക്കാണ്, ഷോർട്ട് സ്റ്റോറിയാണ് ദ റോക്ക് എന്ന് പറയുന്നത്. പാറ. Present the journey of the protagonist Elsheba from patriarchal bondages to a world of freedom. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത്, പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് എൽഷബയാണ്. എൽഷബ ഒരു പാട്രിയാർക്കൽ ബോണ്ടേജസിലാണ് അവൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി അവളൊരു ഫ്രീഡം കണ്ടെത്തുന്നതാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. The protagonist recounts her stormy childhood and struggles with feelings of jealousy, navigates her relationship and career, ultimately leading to a diagnosis that she has a rock instead of a heart. അപ്പോൾ ഇതിൽ പ്രൊട്ടഗണിസ്റ്റ് എൽഷബ അവളുടെ ചൈൽഡ്ഹുഡ് ലൈഫ് മുതൽ അവളൊരു പെട്രിയാർക്കൽ, ഒരു പുരുഷാധിപത്യ, ഒരു മെയിൽ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലാണ് അവൾ ബോൺ ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് അവൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ള, ആസ് എ വുമൺ എന്നുള്ള നിലയിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവൾ വളർന്നു വന്ന് അവളുടെ കരിയർ, അവളുടെ റിലേഷൻഷിപ്പ്, ഇതിനൊക്കെ അത് എഫക്റ്റ് ചെയ്തു. പിന്നീട് അവൾക്ക് ഒരു ഡയഗ്നോസിസ്, അതായത് അവളുടെ ആ ഒരു ഹാർട്ടിന് പകരം അവിടെ റോക്കാണെന്ന് ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്ത സമയത്ത് പറയുന്നുണ്ട്. The story explores the themes of patriarchal oppression, female resistance and the quest for identity. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് പാട്രിയാർക്കൽ ഒപ്രഷനാണ്. അതായത് ഒരു പുരുഷാധിപത്യ അടിച്ചമർത്തലുകൾ, സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഇതിലൊരു തീമാണ്. അതുപോലെ ഫീമെയിൽ റെസിസ്റ്റൻസ്, സ്ത്രീകളുടെ ചെറുത്തുനിൽപ്പ്, അതുപോലെ ക്വസ്റ്റ് ഫോർ ഐഡൻറ്റിറ്റി. Elsheba's life is marked by the strictures of patriarchal society where women are expected to conform to traditional norms and expectations. Her father, a strict and authoritarian figure, exercises total control over the household. എൽഷബയുടെ ചൈൽഡ്ഹുഡ് ഡേയ്സ് മുതൽ അവളൊരു പെട്രിയാർക്കലായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് അവൾ വളരുന്നത്. അവളുടെ ഫാദർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, ഒരു അതോറിറ്റേറിയൻ ഫിഗർ ആയിരുന്നു. ആ ഒരു ഹൗസ് ഹോൾഡ് കൺട്രോൾ ചെയ്തിരുന്നത് ഫാദർ ആയിരുന്നു. എൽഷബസ് ഓൺലി സോഴ്സ് ഓഫ് കംഫർട്ട് ആൻഡ് സപ്പോർട്ട് ഈസ് ഹെർ സിസ്റ്റർ ദീനാമ, ഹു ഹാസ് എസ്കേപ്ഡ് ദ പാട്രിയാർക്കൽ ട്രാപ്പ് ബൈ ബിക്കമിങ് എ നൺ. എൽഷബയുടെ ആകെ ഉള്ളൊരു കംഫർട്ട് സോഴ്സ്, ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അവളുടെ സിസ്റ്റർ ദീനാമയായിരുന്നു. പക്ഷേ ഈ ഒരു പാട്രിയാർക്കൽ ട്രാപ്പിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു. അവളൊരു നണ്ണായി മാറി എന്നാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ബ്രൈഡായി മാറി. ഫാദറിൻ്റെ ആ ഒരു ഫോഴ്സിൽ, ഫാദറിൻ്റെ ഡിസിഷനായിരുന്നു ഈ ഒരു നണ്ണാവുക എന്ന് പറയുന്നത്. എൽഷബ റെസിസ്റ്റിംഗ് ദ അറ്റംപ്റ്റ് ഓഫ് ഹർ ഫാമിലി ടു കൺട്രോൾ ഹെർ. അങ്ങനെ എൽഷബ പിന്നീട് റിയലൈസ് ചെയ്യാൻ തുടങ്ങി ഒരു പാട്രിയാർക്കൽ ഒപ്രഷനിൽ നിന്ന്. ആ ഒരു പാട്രിയാർക്കൽ ഒപ്രഷൻ അവൾ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഫാമിലി കൺട്രോൾ ചെയ്യുന്നത് ഒരു അതോറിറ്റേറിയൻ ഫിഗറാണ്, അതിനെ അവൾ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എൽഷബ ഗോട്ട് എ ജോബ്, ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജോബ്. അപ്പോൾ എൽഷബക്കൊരു ജോലി കിട്ടി, ഒരു ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജോബ്. ദ സ്റ്റോറി യൂസസ് ദ ഇമേജ് ഓഫ് ഹർ കൊളീഗ് മൃദുല, ഹൂസ് ഐഡിയലിക് ചൈൽഡ്ഹുഡ് ആൻഡ് ലവിങ് ഫാദർ ഈസ് എ ഷാർപ്പ് കോൺട്രാസ്റ്റ് ടു എൽഷബാസ് ഓൺ എക്സ്പീരിയൻസ്. അപ്പോൾ അതിനുശേഷം അവൾ ആ ഒരു പാട്രിയാർക്കൽ ആ ഒരു ബോണ്ടേജിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് അവൾ മൃദുല എന്ന് പറഞ്ഞിട്ടുള്ള അവളുടെ ഒരു കൊളീഗിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവൾ വളരെയധികം ഒരു ഐഡിയലിക് ചൈൽഡ്ഹുഡാണ് അവൾക്ക് ഉണ്ടായിരുന്നത്. ഒരു ലവിങ് ഫാദറായിരുന്നു. നമ്മുടെ എൽഷബൻ്റെ ഫാദറുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലവിങ് ആയിട്ടുള്ള ഒരു ഫാദറായിരുന്നു. എൽഷബൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു മൃദുലക്ക് ഉണ്ടായിരുന്നത്. ഇൻ എ ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ടു ഫൈൻഡ് സോളേഴ്സ്, എൽഷബ കൺസൾട്ട് എ ഡോക്ടർ. ദ ഡോക്ടേഴ്സ് ഡയഗ്നോസിസ് അൺഎക്സ്പെക്റ്റഡ്, യുവർ ഹാർട്ട് ഈസ് എ റോക്ക്. അങ്ങനെ ആ ഒരു ഡെസ്പറേറ്റ് ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ
ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹാർട്ട് ഒരു റോക്കാണ്, നിങ്ങളുടെ ഹൃദയം ഒരു പാറയായി മാറിയിട്ടുണ്ട്. അതായത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു ട്രോമ, ഒരു മെൻറ്റൽ ട്രോമ അല്ലെങ്കിൽ ആ ഒരു മെൻറ്റൽ പെയിൻ കാരണം നിങ്ങളെ ഹൃദയം ഒരു പാറയായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഷി ബിഗിൻസ് ടു റിയലൈസ് ദാറ്റ് ഹർ ഹാർട്ട് ഹാസ് ബിക്കം ഹാർഡൻഡ് മച്ച് ലൈക്ക് എ റോക്ക് ആസ് എ റിസൾട്ട് ഓഫ് ദ ഇമോഷണൽ പെയിൻ ആൻഡ് ട്രോമ ഷി ഹാസ് എൻഡ്യൂർഡ്. അത് നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ട്രോമ, ആ ഒരു ഇമോഷണൽ പെയിനിൻ്റെ ഒരു ആസ് എ റിസൾട്ട് കോൺസിക്വൻസ് എന്നുള്ള നിലക്ക് അവളുടെ ഹാർട്ട് ഒരു റോക്കായിട്ട് മാറിയിട്ടുണ്ട്. ദ ഇമേജറി ഓഫ് എ റോക്ക് ഗ്രോയിങ് ഇൻ പ്ലേസ് ഓഫ് എ ഹാർട്ട് ടച്ചിങ് മൈ symbolizes emotional resilience and the hardening of the self as a defense mechanism against life's hardship. Thank you.